അപ്പം നമ്മളിപ്പം ട്രാവൽ ചെയ്ത് വന്നിരിക്കുന്നത് ഈരാറ്റുപേട്ട വാഗോൺ റൂട്ട് ഇവിടെ വന്ന തീക്കോയി ഫൊറോന ചർച്ചിന്റെ സൈഡിലൂടെ, അതായത് ഇടതുവശത്തു കൂടിയുള്ള വഴി കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഏകദേശം 5.5 കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ പ്ലേസിലെത്തും. നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോവാം. നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മീൻചിലാറിന്റെ സൈഡിലൂടെ പാലത്തിൽ കൂടെയാണ്. എല്ലാവരും എന്നാ പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? ഭയങ്കര മഴയൊക്കെയാ അല്ലേ? പക്ഷെ എങ്കിലും നമുക്ക് നമ്മുടെ ട്രാവലിംഗ് നിർത്താൻ പറ്റത്തില്ലല്ലോ, നിങ്ങളെ വിഷമിപ്പിക്കാതിരിക്കണ്ടേ. അപ്പം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് അയ്യമ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് അയ്യമ്പാറ ലിറ്റിൽ ഫ്ലവർ ചർച്ചിന്റെ ഫ്രണ്ടിലായിട്ടാണ്. ഇവിടെ എന്ന് പറയുന്നത് ഒരു ചരിത്ര പ്രസിദ്ധമായ ഒരു ഭയങ്കര ഹിസ്റ്ററി ഉള്ള ഒരു സ്ഥലമാണ്. കാരണം എന്ന് വെച്ചാൽ അയ്യൻ എന്ന് ഉദ്ദേശിക്കുന്നത് പണ്ട് അയ്യപ്പന്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന ഒരു സ്ഥലം എന്ന് ഉദ്ദേശിച്ചാണ് ഇവർ ഈ അയ്യമ്പാറ എന്ന് പറയുന്നത്. ഇവിടെ പഞ്ചപാണ്ഡവന്മാരൊക്കെ വന്നിട്ടുണ്ട്. അവരുടെ ആ ഒരു പണ്ടത്തെ ഹിസ്റ്ററിയുടെ എന്തോ ഇതൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ മെയിനായിട്ടും ഇവിടെ ഒരു അമ്പലമുണ്ട്. പിന്നെ മെയിനായിട്ട് ഇവിടുത്തെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ സൺസെറ്റ്, അതായത് സൺസെറ്റും സൺറൈസും ഇവിടെ ഈ പാറയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിന്റെ ഒരു ഫുൾ കവറേജ് ഏരിയ നമുക്ക് ഈ പാറയിൽ നിന്ന് കാണാൻ പറ്റും. ഇതൊരു ഹിഡൻ ഡെസ്റ്റിനേഷൻ പ്ലേസ് ആണ്. എന്നുവെച്ചാൽ അധികം ആരും വരാത്തതും പക്ഷെ എന്നാൽ പ്രകൃതിയുടെ വളരെയേറെ ഭംഗി നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. വരൂ. കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഡെസ്റ്റിനേഷൻ പ്ലേസ് ഒന്നായ അയ്യമ്പാറയിലാണ്. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആലപ്പുഴ ജില്ലയിലെ പല ഭാഗങ്ങളും കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സൂര്യ ഉദയവും സൂര്യ അസ്തമയവും ഏറ്റവും നല്ല ക്ലിയർ ആയിട്ട് നല്ല അതിൻ്റെ ആ ഒരു ഒറിജിനാലിറ്റിയോട് കൂടി നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് രാവിലെ ഒരു 6 മണി ഒരു സമയത്ത് നമ്മളിവിടെ വരുവാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ കടലിൽ നിന്ന് സൂര്യൻ പൊങ്ങി വരുന്ന ആ ഒരു ദൃശ്യവും അതുപോലെ തന്നെ വൈകുന്നേരം 6 മണി 6:30 ആ ഒരു സമയത്തോടു കൂടി വരുവാണെങ്കിൽ കറക്റ്റ് ആ ഒരു റെഡിഷ് ഓറഞ്ച് കളറിൽ സൂര്യൻ ആ കടലിന്റെ അടിത്താഴങ്ങളിലേക്ക് താന്നു പോകുന്ന ആ ഒരു വ്യൂവും വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ കാണുന്നതെന്ന് പറയുന്നത് കടലിന്റെ ആ ഒരു വ്യൂ ആണ് നമുക്ക് ഏറ്റവും അങ്ങേയറ്റം ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളപ്പം ഈ ഭൂമിയിൽ നിന്ന് എന്തേരെ ഉയരത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് ആ ഒരു ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഫുള്ള് പാറകളാൽ നിറഞ്ഞ പാറക്കെട്ടുകളാൽ നിറഞ്ഞിരിക്കുന്നതാണ്. അതിനിടയ്ക്കൂടെ ചെറിയ മരങ്ങളും പുല്ലുകളും ഒക്കെ നിറഞ്ഞ് നമ്മുടെ കണ്ണിന് തന്നെ വളരെയേറെ കാഴ്ചയും കൗതുകവും നൽകുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ദൈവിക സാന്നിധ്യം നിറഞ്ഞൊരു ക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം ആ ഒരു ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഏരിയയാണ്. പിന്നെ എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിലും അന്നത്തെക്കായാലും ഒക്കെ ഒത്തിരി സൗകര്യങ്ങളും നമുക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ ആയിട്ടും കൂൾ ഡ്രിങ്ക്സിനൊക്കെ ആയിട്ടും ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അധികം ആരും അറിയപ്പെടാതെ പോകുന്ന ഒരു ഡെസ്റ്റിനേഷൻ പ്ലേസ് ആണിത്. പക്ഷേ വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇവിടെ വന്നിരിക്കാനും മൈൻഡിനെ ഒന്ന് റിലാക്സ് ചെയ്യാനും ഒക്കെ പറ്റുന്ന നല്ലൊരു ഏരിയയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ വിചാരിക്കുന്ന നമുക്ക് ഇതൊരു ട്രാവലിംഗ് ബ്ലോഗ് മാത്രമല്ല കേട്ടോ. നമ്മുടെ ഇടയ്ക്ക് വേറെ കുക്കിംഗ് ആയിട്ടും നമ്മുടെ വിവിധ വീഡിയോസ് നിങ്ങൾ ഇനി കാണാനിരിക്കുന്നു. അപ്പോൾ അതൊക്കെ കാണണം, നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം.
നിങ്ങളുടെ സപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ടുള്ള വീഡിയോകൾ എടുക്കാനും ചെയ്യാനും ഒക്കെ സാധിക്കുള്ളൂ. അപ്പം എല്ലാവരും ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഈ ഒരു വീഡിയോയിലേക്ക് കാണുന്നിടം വരെ ബൈ.